സൂരജിന്റെ ഫോണിൽ കണ്ട മെസ്സേജിനെക്കുറിച്ച് റീനു അവനോട് ചോദിച്ചെങ്കിലും അവൻ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അവന്റെ കണ്ണുകളിലെ മയക്കം അവൾ കണ്ടു. ക്ഷീണം ബാധിച്ച മുഖവുമായി അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. പെട്ടെന്നുള്ള അവനിലെ മാറ്റങ്ങൾ റീനുവിനെ വിഷമത്തിലാക്കി. അവന്റെ ഫോണിൽ കണ്ട മെസ്സേജ് അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു. ഡ്രഗ്സ് എത്തി, ഡെലിവറി മറ്റന്നാൾ കൊച്ചിയിൽ. തന്റെ ഹൃദയം നിലച്ചുപോകുന്നതുപോലെ അവൾക്ക് തോന്നി. അന്ന് രാത്രിയിൽ സൂരജ് വളരെ വൈകി എത്തിയതിൽ ചോദ്യം ചെയ്ത റീനുവിനോട് അവൻ തട്ടിക്കയറി. എല്ലാത്തിനോടും മൗനം പാലിച്ച് റീനു നിന്നു. പിന്നീട് അവൾ ശാന്തമായി അവനോട് സംസാരിക്കാൻ തുടങ്ങി. സൂരജ്, നിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ മുൻപ് എങ്ങനെയായിരുന്നോ, എങ്ങനെ ഇതിൽ എത്തിച്ചേർന്നുവെന്നോ എനിക്കറിയണ്ട. പക്ഷേ എല്ലാം നിർത്തണം. നീ നശിച്ചു പോകും. നമ്മുടെ പ്രണയവും സ്വപ്നങ്ങളും നീ മറന്നുപോകുന്നു. ഈ എന്നെ തന്നെ നീ പലപ്പോഴും മറന്നുപോകുന്നു. നീ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു സൂരജ്. എനിക്കിത് സഹിക്കാനാവുന്നില്ല, അവൾ പറഞ്ഞു നിർത്തി. സൂരജ് ആദ്യം എല്ലാം നിഷേധിച്ചുവെങ്കിലും പിന്നീട് അവളുമായി സമാധാനപരമായി സംസാരിക്കാൻ തുടങ്ങി. എന്നെ വിശ്വസിക്കൂ റീനു, എന്റെ എല്ലാ വേദനകളിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തു തുടങ്ങിയത്. ഓഫീസ് ജോബിനിടയിലും അത്തരക്കാരുമായി ഇടപാടുകൾ നടത്തി. പണം കയ്യിൽ വരാൻ തുടങ്ങിയതോടെ ഞാൻ അതിൽ അടിമപ്പെട്ടു പോയിരുന്നു. പക്ഷേ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മുതൽ ഞാൻ പുതിയൊരു മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഒരു പരിധിവരെ എനിക്കതിനു കഴിയുന്നുള്ളൂ. നീ എന്നോട് ക്ഷമിക്കൂ റീനു. ഞാൻ അവസാനമായി ചെയ്യുന്ന ഇടപാടിനെക്കുറിച്ചാണ് നീ ഫോണിൽ കണ്ടത്. ഇത് അവസാനത്തേക്കാണ്. എന്റെ എല്ലാ കടങ്ങൾ വീട്ടാനും നല്ലൊരു ജീവിതം തുടങ്ങാനും വേണ്ടി മാത്രം. ഞാൻ നിന്നെയും നമ്മുടെ ഭാവിയെയും സ്നേഹിക്കുന്നു. അവന്റെ വാക്കുകളിൽ റീനു വീണുപോയി. ഒരുപക്ഷെ അവളുടെ പ്രണയം അവളെ തന്നെ ചതിക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ സൂരജ് കൊച്ചിയിലേക്ക് പോവാൻ ഒരുങ്ങി. അവൻ ബംഗളൂരിലെ മെട്രോ സ്റ്റേഷനിൽ എത്തി. ഇതേസമയം റീനുവിന്റെ മനസ്സിൽ 1000 ചിന്തകൾ അലതല്ലി. സൂരജിനെ രക്ഷിക്കണം എന്ന തോന്നൽ അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. ഒടുവിൽ അവന്റെ പുറകെ പോവാൻ അവൾ തീരുമാനിച്ചു. ഉടനെ തന്നെ അവൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. അവിടെ കണ്ട കാഴ്ചകൾ റീനുവിന്റെ മനസ്സിലേക്ക് കടന്നുവന്നു. ഒരു ഞെട്ടലോടെയായിരുന്നു അന്ന് അവൾ അതു കണ്ടുനിന്നത്. കഥയുടെ മറ്റൊരു സസ്പെൻസ് പാർട്ട് നാളെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ അപ്ഡേറ്റുകൾക്കായി പേജ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ.